ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നാണ് നമ്മുടെ വീടിൻ്റെ പാല് കാച്ചൽ. പുലർച്ചെ ഒരു 3-3:30 ടൈം ആകുമ്പോഴത്തേക്കും ഞങ്ങൾ എണീറ്റിട്ടോ. ഗണപതി ഹോമം ഉണ്ട് 5 മണിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ എണീറ്റിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കട്ടോ. ഞാനും അമ്മയോടെ റെഡി ആവുന്നുണ്ട്. അമ്മേനെ കൊണ്ട് ഞാൻ നിർബന്ധിപ്പിച്ച് ആ കമ്മൽ ഇടിപ്പിക്കട്ടോ. ആൾക്കാരുടെ അത്രയ്ക്ക് കണ്ട് ഇഷ്ടമാണില്ല. അങ്ങനെ ഒരുക്കൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഹോമത്തിനുള്ള സമയമായി. ഞങ്ങൾ തലേ ദിവസം രാത്രി തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ അത്രയ്ക്കൊന്നും പണി ഉണ്ടായിരുന്നില്ല കേട്ടോ. അമ്മ, ഇതിന്റെ അമ്മ, ഇതിന്റെ അമ്മന്റെ അനിയത്തിന്റെ മേമ കുഞ്ഞുണ്ണി. ഇപ്പൊ ഗണപതി ഹോമം കഴിഞ്ഞു, ഇനി പാലുകാച്ചിലാണ്. ഇത് ഞങ്ങളുടെ കുടുംബക്ഷേത്രം കേട്ടോ. അപ്പോൾ ഗണപതി ഹോമമൊക്കെ കഴിഞ്ഞിട്ട് അമ്മ അവിടെ പോയി തൊഴുകയാണ് കേട്ടോ. അധികം ആരെയൊന്നും വിളിക്കാണ്ട് ചെറിയ രീതിക്ക് നടത്തിയൊരു ചടങ്ങായിരുന്നു കേട്ടോ ഇത്. പിന്നെ ചേച്ചിമാർക്ക് 2 ആൾക്ക് വരാൻ പറ്റിയില്ല. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ എക്സാം നടന്നുകൊണ്ടിരിക്കല്ലേ, അതുകൊണ്ട് അവരൊന്നും വന്നില്ല. രാവിലെ 7 to 8 ഞങ്ങൾക്ക് പാല് കാച്ചാനുള്ള സമയം. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കണ്ടിട്ട് വായോ. ശരിയാ. പാല് തിളച്ച് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് 40 മിനിറ്റ് എടുത്തോട്ടോ. 7 മണിക്ക് വെച്ചിട്ട് 7:40 പാലൊക്കെ ഒന്ന് തിളച്ച് വന്നത്. ഒരു 9:30 ആകുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി. അന്ന് രാവിലത്തെ ഭക്ഷണം എല്ലാവർക്കും എൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു കേട്ടോ. നിങ്ങളും പറയൊരു ഹായ് പറയും.
വെറുതെ ഒരു ഹായ് പറയും. എന്താണ് എന്താ ചെയ്യ? പിള്ളേർക്കൊക്കെ പരീക്ഷയല്ലേ? അനക്ക് എന്താ പരീക്ഷയടി? ഹിന്ദിയോ? ഹിന്ദി ഹമാര രാഷ്ട്രഭാഷ ഹേ. ഇതിന്റെ മൂത്ത ചേച്ചി കേട്ടോ. ബാക്കിയുള്ള 2 പേര് വന്നിട്ടില്ല. ഞാൻ തെറ്റിയൊരിടത്ത് മുണ്ടൂല. ഞാൻ ചെറുതായിട്ടൊന്ന് തിരക്ക് കഴിഞ്ഞപ്പോൾ ഞാനും അമ്മയും ചെറിയമ്മയും കഴിക്കായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മൻ്റെ കൂടെ പണിയെടുക്കുന്ന ചേച്ചിമാരൊക്കെ വന്നു. തൊഴിലുറപ്പിലെ ചേച്ചിമാരൊക്കെ വന്നു കേട്ടോ. എന്തെങ്കിലും പറയും. ഇതിന്റെ കൂട്ടുകാരി അമ്മ കേട്ടോ. ശ്യാമിന്റെ അമ്മ കേട്ടോ. പിന്നെ വീഡിയോയിൽ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിക്കുകയാണ്. ഞങ്ങളെ തൊഴിലുറപ്പേരെ ഒരു ആഗ്രഹമായിരുന്നു രാമകുട്ടിയുടെ സുശീലേശ്വരി ഒരു വീട്. എന്തായാലും സാധിച്ചു. അതിന് വലിയ സന്തോഷമുണ്ട്. 11 മണിയായപ്പോഴത്തേക്കും എല്ലാ തിരക്കും കുറെ കൊഴിഞ്ഞിട്ടോ. അത് കഴിഞ്ഞിട്ട് വല്യമ്മയും മേമാരൊക്കെ വന്നു. അങ്ങനെ എല്ലാരും കൂടിയിട്ട് ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഉച്ചയ്ക്കാണെങ്കിൽ എന്താ പറയുക, ചെറിയ രീതിക്കൊരു സദ്യ ഉണ്ടാക്കി. സാമ്പാറും ഉപ്പേരിയും അവിയലും പിന്നെ ഒരു മത്തൻ വെച്ചിട്ടൊരു കറിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അച്ചാറും പപ്പടവും പായസം ഉണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താ പറയുക, നമ്മുടെ കംഫർട്ട് ഫുഡ് എന്ന് പറയില്ലേ. എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം ഞാനും അമ്മയും വല്യമ്മയും മേമാരൊക്കെ കൂടിയിട്ട് ഫ്രിഡ്ജ് എടുക്കാൻ മൈജിക്ക് പോയിട്ടോ. അപ്പോൾ ഞാൻ ഈ വ്ലോഗ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.